ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. KM ഷാജഹാനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി എന്നുള്ളതാണ് ആ വാർത്ത. കുന്നത്തുനാട് MLA PV ശ്രീനിജനാണ് പരാതി നൽകിയത്. എറണാകുളത്തെ CPIM MLA-മാരെ സംശയനിഴലാക്കും വിധം വാർത്ത നൽകി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇങ്ങനെ പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളിൽ മാനഹാനി ഉണ്ടായതായി ഈ പരാതിയിൽ പറയുന്നുണ്ട്. PV ശ്രീനിജന്റെ പരാതിയുടെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യം വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇപ്പോൾ KM ഷാജഹാനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും മുമ്പിലേക്ക് പരാതി നൽകുകയാണ് PV ശ്രീനിജൻ. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? ശ്രീജിത്ത്, KM ഷാജഹാനെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുകയാണ്. കുന്നത്തുനാട് MLA PV ശ്രീനിജൻ എറണാകുളത്തെ MLA-മാരെ സംശയനിഴലാക്കും വിധം വാർത്ത നൽകിയെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വാർത്ത നൽകിയതിന്റെ പേരിൽ മാനഹാനി ഉണ്ടായെന്നും ഈ പരാതിയിൽ പറയുന്നു. ജില്ലയിലെ 4 CPM MLA-മാരെ സംശയനിഴലാക്കും വിധമാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. 2025 ഈ വർഷം സെപ്റ്റംബർ 16-നാണ് യൂട്യൂബിൽ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തരത്തിലുള്ള മാനഹാനി ഉണ്ടായെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. വിരുദ്ധമായ ഈ വീഡിയോക്കെതിരെയും അതോടൊപ്പം തന്നെ ഇത് ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെയുമാണ് ഇപ്പോൾ PV ശ്രീനിജൻ MLA മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, KJ ഷൈന്റെ പരാതിയിൽ ഇന്ന് KM ഷാജഹാനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും ഒരു പരാതി കൂടി ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.